കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഇനി ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. കുട്ടികളെല്ലാവരും എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. എക്സാമിനേഷന് വേണ്ടി ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് മാത്രമേ നമ്മൾ പഠിക്കാവൂ. ഒരുപക്ഷെ നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അക്കൗണ്ടൻസി എന്ന് പറയുന്ന വിഷയം നമ്മൾ ഒരു സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന മെറ്റീരിയൽസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അത് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്ത നോട്ട്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൈഡുകളായിരിക്കാം, മറ്റേതെങ്കിലും സപ്പോർട്ടുകളായിരിക്കാം. ഈ സപ്പോർട്ടുകളെ കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് റിവിഷൻ പാറ്റേണിൽ ഏറ്റവും ചെറിയ റിവിഷൻ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് തവണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജുകളൊക്കെ മറിച്ചിട്ട് നോക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം നമുക്കില്ല. നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കാൻ. അതായിരിക്കണം നമ്മൾ റിവിഷൻ സ്ട്രാറ്റജി. ഒട്ടനവധി പേജസ് ഉള്ള ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ വലിയ ആ നോട്ട്ബുക്കോ മറിച്ചിട്ട് നോക്കുന്നതിന് പകരം ടു ദ പോയിന്റ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് കൃത്യമായ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തിയറി സബ്ജക്റ്റുകളും പ്രാക്ടിക്കൽ പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സും ഉള്ളതാണ്. ഈ രണ്ട് പേപ്പേഴ്സും ഈ രണ്ട് സബ്ജക്റ്റുകളും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ബിസിനസ് സ്റ്റഡി പോലുള്ള വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അത് യൂസ് ചെയ്യുന്നത്, ആ പഠിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണോ അതിനെ കട്ട് ഷോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ഫോളോ അപ്പ് ആ രീതിയിൽ പോകുമ്പോൾ അതേ പാറ്റേൺ തന്നെ നിങ്ങൾ പ്രോബ്ലം പേപ്പറായ അക്കൗണ്ടൻസി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ മാർക്കിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കൗണ്ടൻസി പോലുള്ള പ്രോബ്ലം പേപ്പറുകൾ നിങ്ങൾ കെയർ ചെയ്യുന്ന സമയത്ത്, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കാനുള്ള സ്പേസ് കൂടെ നിങ്ങളുടെ സ്റ്റഡി അവേഴ്സിൽ ഉണ്ടാക്കിയെടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏത് ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു റിവിഷൻ ടൈമിൽ കൃത്യമായിട്ട് കഴിഞ്ഞ 5 വർഷങ്ങൾ, റീസെൻ്റ് ആയിട്ട് കിടക്കുന്ന 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുട്ടികൾ കണ്ടിരിക്കണം, അത് സോൾവ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമുള്ള ലാസ്റ്റ് ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ തീർച്ചയായും 2-3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്തിരിക്കണം. സമയം വെച്ചുകൊണ്ട് ഒരു സെൽഫ് അനാലിസിസ് നടത്തിക്കൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിരിക്കണം. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ട രീതി എൻറ്റയർലി ഡിഫറൻറ്റ് തന്നെയാണ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഇനി ഇങ്ങനെയേ പഠിക്കാവൂ. നിങ്ങൾ തയ്യാറാക്കുന്ന ഈ റിവിഷൻ പ്ലാനിൻ്റെ കൂടെ തീർച്ചയായും സൈലം കൊമേഴ്സ് ടീമിൻ്റെ മുഴുവൻ സപ്പോർട്ടും ഉണ്ടായിരിക്കും. സോ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും.